ഒരു തരത്തിൽ നോക്കിയാൽ മേനോൻ സാർ പറഞ്ഞാണ് ശരി. ഈ അന്ധവിശ്വാസം മാറാതെ നമ്മുടെ നാട് നന്നാകില്ല. 16,008 ഭാര്യമാരും അവർക്കൊക്കെ ഉഗ്രൻ കൊട്ടാരങ്ങളും ഉണ്ടായിരുന്നിട്ടും കാട്ടിൽ കിടന്ന് മരിച്ച അവതാരം. സ്വന്തം ഭാര്യയെ വേറൊരുത്തൻ തട്ടിക്കൊണ്ടുപോയപ്പോൾ കുരങ്ങന്മാരുടെ സഹായം അഭ്യർത്ഥിച്ചു പോയ അവതാരം. കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിച്ച അവതാരം. മെക്ക മുതൽ മെദീന വരെ ഓടിയ അവതാരം. ആലോചിച്ചു നോക്കിയാൽ ഈ ദൈവങ്ങളുടെ ഒക്കെ കാര്യം വലിയ കഷ്ടമാണ്. അതുപോട്ടെ, അപ്പോൾ അവയെ ആരാധിക്കുന്ന നമ്മുടെ കാര്യമോ? അതാണല്ലോ ഈ നാട്ടിന്റെ ശാപം. വഴിപാട്, പ്രാർത്ഥന, നാണക്കേട്. മനുഷ്യനിൽ കവിഞ്ഞ ഒരു ശക്തി ഉണ്ടോ മിസ്റ്റർ റാഡി? മേനോൻ സാർ പറഞ്ഞതുപോലെ ഇല്ലാത്ത ദൈവങ്ങളെ പടച്ചുവിട്ടു മനുഷ്യൻ തന്നെ അല്ലേ? അമ്മേ, ഗോപേട്ടൻ പോയോ? ഇല്ല, അവൻ ഡ്രസ് ചെയ്യുന്നുണ്ടാവും. പഠിത്തമൊക്കെ എങ്ങനെ ഉണ്ട് മാലു? കാപ്പി എടുക്കട്ടെ മോളെ? ഇവൾക്ക് കാപ്പി എടുത്ത് ഇവിടെ കൊണ്ട് കൊടുക്കാനോ? അകത്ത് പോയി കുടിക്കടി. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തലവേദനയാണ്. എന്ത് ചെയ്യാം, അന്ധവിശ്വാസികളുടെ നാടായി പോയില്ലേ. അങ്കിൾ അമ്പലത്തിൽ പോയിട്ട് വരിക? അതെ, ഇവിടുത്തെ വിഡ്ഢിത്തം കണ്ടു നിന്നാൽ സമയം പോകുന്ന അറിയില്ല. ഞാൻ കുളിക്കാൻ പോട്ടെ. എങ്ങോട്ടാ? ചോദിച്ചത് കേട്ടില്ലേ? ഈ താലവും തിരിയുമായിട്ട് എങ്ങോട്ടാണെന്ന്? ദേവിക്ക് എത്ര പറഞ്ഞാലും അനുസരിക്കില്ല അല്ലേ? ഇന്ന് അങ്ങയുടെ പിറന്നാളാ. കണ്ട കല്ലിനെയും മണ്ണിനെയും പൂജിച്ച് എന്റെ ആയുസ് വർദ്ധിപ്പിക്കണ്ട. മിസ്റ്റർ മേനോൻ, ഏതായാലും ലക്ഷ്മിമ്പ പുറപ്പെട്ടതല്ലേ? ഞാൻ നേർന്നിരുന്നതാ. പോയി വരട്ടെ. പോയേ തീരുമെങ്കിൽ പോകാം. നാളെ മുതൽ പോകേണ്ടി വരില്ല. ദൈവങ്ങൾ ഇരിക്കേണ്ടത് ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്. ഇത് മനുഷ്യനുള്ള സ്ഥലമാണ്. ഇവിടെ നിന്നവരെ ഓടിക്കേണ്ടത് മനുഷ്യന്റെ ചുമതലയാണ്, തുണയുള്ള മനുഷ്യൻ.
അമ്മേ, എന്റെ അമ്മേ! അമ്മേ, ദേവി! അമ്മേ! ദേവി! അമ്മേ! അമ്മേ, ദേവി! അമ്മേ, ദേവി! എന്ത് പറ്റി എന്റെ ഈശ്വര? പക്ഷേ എന്റെ അമ്മ, എന്റെ ദേവി! ദേവി! കണ്ടെങ്കിൽ അമ്പലം കത്തിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ സഹിക്കും? ലക്ഷ്മിയമ്മ പാവമായതുകൊണ്ടാ, അല്ലെങ്കിൽ അദ്ദേഹം ഇത്രയ്ക്ക് ക്രൂരതയൊന്നും കാണിക്കില്ല. ഞാൻ എന്ത് ചെയ്യും? ആ മുഖത്ത് നോക്കി എതിർക്കാൻ ഇന്നേ വരെ എനിക്ക് ധൈര്യം വന്നിട്ടില്ല. രണ്ട് പ്രസവിച്ചല്ലോ, അത് എതിർത്തിട്ടല്ലല്ലോ അല്ലേ ലക്ഷ്മിയമ്മ? നീ അപ്പുറത്ത് കൂടി അദ്ദേഹത്തിന് ആഹാരമൊക്കെ എടുത്തു വെക്ക്. ആ, മാലു ഇനിയും വന്നിട്ടില്ല, ഞാനും പോട്ടെ, വീട്ടിലാരുമില്ല. കുടുംബം കാത്തുവന്ന ദേവിയാണ്. വേഗം പറയൂ. ഈ ഗ്രാമത്തിന്റെ സംരക്ഷകയാണ് ദേവി. അമ്മ ഇത് സഹിക്കില്ല. അമ്പലം തകർത്ത് ദേവി ഇവിടെ ഓടിച്ചളയാമെന്ന് വിചാരിക്കണ്ട. കൂടുതൽ ശക്തിയോടെ ദേവി ഇവിടെ വാഴുക തന്നെ ചെയ്യും. ഇതെന്റെ സ്ഥലമാണ്. അതിനൊന്നും ഞങ്ങൾ എതിര് പറഞ്ഞില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ദേവിക്കുമുള്ള സ്ഥലമല്ല ഇത്. അവിവേകം പറയരുത്. ഒരു കരിങ്കൽ പ്രതിമയെ കാറ്റും വെയിലും കൊള്ളാതെ സൂക്ഷിച്ചതുകൊണ്ട് വിവേകിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മേലാളിനെ പറ്റി സംസാരിക്കാൻ ആരും ഇങ്ങോട്ട് വരരുത്.
അച്ഛാ, വെളിച്ചപ്പാട് ആത്മഹത്യ ചെയ്തു. അറിഞ്ഞു. അച്ഛനാണ് ആത്മഹത്യക്ക് കാരണം. അവനോട് ആത്മഹത്യ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. അച്ഛനെ അപമാനിച്ചത് ആ പാവത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ അവനെ പൂട്ട് പൂജിക്കണം. അവിവേകികൾ പലതും ചെയ്യും. അതിനാരും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എനിക്ക് ആ രംഗം കണ്ട് സഹിച്ചില്ല. നീ കേട്ടിട്ടുണ്ടോ? പുരോഗതിയുടെ പാത ബുദ്ധിശൂന്യന്മാരുടെ ശവശരീരം കൊണ്ട് നിറഞ്ഞതാണ്. സ്വന്തം വിശ്വാസങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കലാണ് പുരോഗമനമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഗോപി, ടോമി, ഗോപിയുടെ വീട്ടിലുണ്ടോ? ഞാൻ വരുമ്പോ അവിടെ മുറിയിൽ തന്നെ ഇരിപ്പുണ്ടായി. അമ്പലത്തിലേക്ക് ഒന്ന് വരാൻ പറയട്ടെ. ഹലോ, ഡോക്ടർ റോഡിയല്ലേ? മാധവ മേനോനാണ്. പെട്ടെന്ന് ഇതുവരെ വരണം. ഒരു സീരിയസ് മാറ്ററാണ്. ഉടനെ തന്നെ വരണം. ഓക്കെ, താങ്ക് യു. വേലു, എന്തോ? വേഗം അങ്ങോട്ട് ചെല്ലൂ. അവൻ ആത്മഹത്യ ചെയ്തു. അവൻ ആ മരത്തിന്റെ ചോട്ടിലുണ്ട്. വേഗം അങ്ങോട്ട് ചെല്ലൂ. ഞാൻ ഡോക്ടറെ കൂട്ടി വരാം. എന്താ? വരൂ, പറയാം. തോട്ടത്തിലേക്ക് പോവാം.